ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ സ്റ്റെല്ല. ഇതൊരു ബോറിംഗ് വീഡിയോ ആണ്, കാരണം ഇന്നൊരു ബോറിംഗ് ഡേ ആണ്. പക്ഷെ എല്ലാ ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ലോകത്ത് നമുക്ക് ആകെപ്പാടെ 4000 ആഴ്ച മാത്രമേ ജീവനുള്ളൂ. ആൻഡ് ഞാൻ ഓൾറെഡി 1500 പാസ്സായി. അതായത് ഇനി എനിക്ക് 2500 ആഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. സോ നോ മോർ ബോറിംഗ് ഡേ. ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ദിസ് ഈസ് മൈ പ്ലാൻ. ഫസ്റ്റ് വൺ ഈസ് അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുക. നമ്പർ 2, ബൈക്ക് കൊണ്ട് ഒരു ട്രിപ്പ് പോവുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ തേർഡ് വൺ, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുക. ഓക്കെ, പ്ലാൻ 1. ഇന്ന് ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അതിന് എൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, സ്പെഷ്യലി ഇമ്പോർട്ടഡ് ഫ്രം തായ്ലൻഡ്. ഇതിൻ്റെ അകത്ത് മീനിനെ ഓയിലിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുവാണ്. ഇതുപോലത്തെ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അമ്മ ഇറങ്ങി ഓടും. അമ്മയൊന്ന് പറ്റിച്ചാലോ? എന്നാ പറ്റിക്കണ്ടേ? ഒരു ഇമ്പോർട്ടഡ് ചോക്ലേറ്റാ, കഴിച്ചോ. സൂപ്പർ സാധനം. പൊട്ടിക്ക്. നല്ല മധുരമായിരിക്കും, പൊട്ടിച്ച് കഴിച്ചു. ഇതാണ് എൻ്റെ അച്ഛൻ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വാസുവണ്ണനാണെങ്കിലും ആള് ശരിക്കും ഒരു വിമൽ കുമാറാണ്. മേലോട്ട് വലിക്ക്. നല്ല ചോക്ലേറ്റാ, ഇപ്പൊ പോയി മേടിച്ചോളൂന്നാ. പൊട്ടിച്ച് തരണോ? ആ അച്ഛാ, പൊട്ടിച്ച് വെക്ക്. നല്ല ചോക്ലേറ്റ്. ചോക്ലേറ്റ് ചോക്ലേറ്റ് അത് എണ്ണക്കകത്ത് മുക്കിയ ചോക്ലേറ്റ്. തായ്ലൻഡിൽ നിന്ന് വരുത്തിയാണോ? എന്റെ അവിടെ എല്ലാം വീടും മണമായിരിക്കും. പോടാ, ഇത് വേറെ ഏതാണ്ട് സാധനമാ. പല്ലിയോ ഏതാണ്ടാന്ന് തോന്നുന്നത്. കഴിച്ച സൂപ്പർ സാധനാ. അമ്മ ഈ ചോക്ലേറ്റ് ആന്ന്, ഇമ്പോർട്ടഡാ. ഒരെണ്ണം കഴിച്ചോ, ഒരെണ്ണം എടുത്തേ. ഒരെണ്ണം എടുത്തു നോക്ക്. ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരെണ്ണം എടുത്തു നോക്ക്. എനിക്ക് അറപ്പ് കണ്ടിട്ട് അച്ഛനാണോ? ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ ഇഷ്ടമുണ്ടല്ലോ ആദ്യം കഴിച്ചു. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം. ഹിറ്റ്ലറിന് പേടിയാ. കഴിക്കാവോ? ചുമ്മാ ഒരെണ്ണം കഴിച്ചു നോക്ക്. ചുമ്മാ കഴിച്ചു നോക്ക്. ഞാൻ മീൻ കൂട്ടാറില്ല, ഞാൻ വെജിറ്റേറിയനാ. ഒരെണ്ണം കഴിച്ചു നോക്ക്. ചുമ്മാ ചെറിയൊരു പീസ്, ചെറിയൊരു പീസ് കഴിച്ചു. വേണ്ട, അന്ന് അമ്മ കഴിക്കും. അമ്മ ഇത്ര നല്ലൊരു സർപ്രൈസ്, ഇത്ര നല്ലൊരു സർപ്രൈസ് തന്നിട്ട് ഒരെണ്ണം കഴിക്കാമ്മ. കുറച്ച് കഴിക്കി. ഞാൻ കഴിക്കട്ടെ? നല്ല ഞാൻ കഴിക്കത്തില്ല, എനിക്ക് വേണ്ട. അതല്ലേ പരിപാടിയോ? എനിക്ക് വേണ്ട. രണ്ട് നിന്നിട്ട് പോയാൽ മതി. പിന്നെ ഞാൻ കഴിക്കത്തില്ല, ഞാൻ ചത്തു. അച്ഛൻ വാങ്ങി കൊടുക്കുക. കുറച്ച് കഴിച്ചു നോക്ക്. അടിപൊളിയാണ്. ഈ ചിത്രം കുറച്ച് അല്ല ഞാനിങ്ങനെ ടെറസിന്റെ മണ്ടയ്ക്ക് നിന്നപ്പോഴേക്കും ഒരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന്. ബട്ട് ഐ ഹാവ് ആൻ ഐഡിയ. ഞാൻ ഇന്ന് ബൈക്ക് എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോവാണ്. കമാ. ഞാനില്ലേ ആ സ്ഥലം കാണുന്നില്ല, അങ്ങേയറ്റത്ത്. അവിടെ ബൈക്കേ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൈവക്കി കാണിക്കും. എന്നിട്ട് എന്നെ കാണുന്നുണ്ടോ എന്ന് അവിടുന്ന് പറയണം. എന്തായാലും ഒരു തുണിയോ എന്തായാലും കൈ വെച്ച് കെട്ടണം. അമ്മ ഇവിടെ നോക്കി കാണാൻ തന്നെ നോക്ക്. ഇനി അവിടെ ചെറുതായിട്ടല്ല, അവിടെ ചെല്ലുമ്പോ ചെറുതായിട്ടല്ലേ, ഇത്ര ദൂരല്ലേ കാണുന്നേ. എന്റെ അമ്മ ഇത് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നോക്കി കാണാന്ന്. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ചെല്ലുമ്പോ നീ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ കൈ കാണിക്കുമ്പോ ഞാനും ഇങ്ങനെ ഹായ് നോക്കണം. കേട്ടുള്ളൂ. കൂടുതൽ അഭിനയിക്കില്ല ഇവിടെ. ഞാൻ അവിടം വരെ പോവും ബൈക്കേല്. ശ്രദ്ധിച്ചു കേൾക്കണം. ബൈക്കേൽ അവിടം വരെ പോവും. അവിടെ നിന്ന് ഇങ്ങനെ കൈ പൊക്കി കാണിക്കും. അപ്പൊ അമ്മയ്ക്ക് കാണാൻ പറ്റും. ഓക്കെ, കാണുന്നുണ്ടെന്ന് പറഞ്ഞാ മതി. ഓക്കെ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നെന്ന് എന്റെ കയ്യിൽ ബൈക്കുണ്ട്. തടയ്ക്കാണ്ട് കോണായി ചെറുക്കിന്. അമ്മ എന്റെ കയ്യിലുള്ള അഡ്വഞ്ചർ ബൈക്കാ. അത് മലയും കുന്നൊക്കെ കയറാനുള്ള, കണ്ടത്തിലും കറങ്ങും. നോക്കാം. വെള്ളത്തിൽ ചാടി കിടന്നിട്ട് എന്നെ വിളിച്ചേക്കരുത്, ഉള്ള കാര്യം പറഞ്ഞു.
വിളിക്കാൻ പറ്റിയ തിരിച്ചു വരുമ്പോ 2 പരിപ്പുവടയും കൂടെ മേടിച്ചോണ്ട് തന്നെ കടത്തിനകത്ത് കുടിക്കാനായിട്ട്. ഞാനേ അഡ്വഞ്ചറിനാ പോകുന്നത്. എന്നാണ് I was waiting for ya, but it's okay. I said I'm trying to pull up on ya. അപ്പൊ ഞാൻ പോവാണേ. നമ്മളെ കാണുവാണെ പറയണം. ഓക്കെ, ലെറ്റ്സ് ഗോ. പോയാവാ എന്നെ കാണുന്നില്ലോ. വെള്ളത്തിലെങ്ങാനും വീണാവാ. ഞാനങ്ങനെ സ്ഥലത്തെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാ ഈ മരമാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ഇനി അമ്മയെ വിളിച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കാം. ക്യാമറയിൽ കാണുന്നുണ്ട് വെള്ള ഇത് ഏതാണ്ട്. നീ ക്യാമറയിൽ കൂടി ശരിക്കും കാണാവേ. കൈ ഒന്ന് പൊക്കി കാണിച്ചേ. ഹായ്. ഇനിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാനിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരെയും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എൻ്റെ മുന്നിലേക്ക് വന്നത് അലക്സയുടെ അമ്മയാണ്. അക്ഷര നാണാണോ? ഇന്ന് മേക്കപ്പ് ഇന്നിട്ടില്ലേ? അക്ഷരേ നോക്ക, അക്ഷരേ ലിപ്സ്റ്റിക് ഇട്ടില്ല. അക്ഷരേ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞത്? ഇതാരത്? ഹായ്. ഞാനിനി എൻ്റെ ഒരു കൂട്ടുകാരനെ കാണിച്ചു തരാം. സ്വന്തമായിട്ട് ക്യാരവാനൊക്കെ ഉള്ള ആളാ. ഓ നീ എന്നാ വേണം? നമുക്ക് സ്വന്തമായിട്ട് ക്യാരവാനൊക്കെ ഉണ്ട്. നമ്മൾ ഏത് ലെവല്? ഗ്രാൻഡ് എൻട്രി. അമ്മയ്ക്ക് ഒരു മോനുണ്ട്. അവനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? റോയൽ എൻഫീൽഡ് ഹിമാലയൻ. എവിടെ വേണേലും പൊക്കും. ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? വളരെ സുഖം, സന്തോഷം. എടാ ഓടി വേണോ രക്ഷിക്കടാന്ന്. ഇത് വ്ളോഗ് എല്ലാരും കാണും കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകൾ കാണും. ഓടാപ്പുറത്ത് എന്നാ കല്യാണം. ഇതിന് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേ? എന്നാണ് ഓർമ്മ കാണാൻ അമ്മ മാട്രിമോണി രജിസ്റ്റർ ചെയ്തു. ഇന്നലെ മാട്രിമോണിക്കാര് വിളിച്ച്. ഓ എന്നെ സന്തോഷമായിരുന്നു. അയ്യോ അപ്പൊ ഇന്നത്തെ ബോറിംഗ് ഡേ ഇവിടെ അവസാനിക്കുവാണ്. താങ്ക് യു സോ മച്ച്. സീ സൂൺ.